അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്തിഗാസ ഷിർക്കാണ്, ഇസ്ലാമിക വിശ്വാസത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണെന്നാണ് ഇവിടുത്തെ പുത്തൻവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരമൊരു വാദവുമായി മുന്നോട്ട് കടന്നു വരുന്നവർ വിശുദ്ധമായ സ്വഹാബത്തിനെയും താബിഈങ്ങളെയും കാലാകാലമായി ഇസ്ലാമിനെ കൈമാറിത്തന്ന ലോക മുസ്ലിമീങ്ങളെയെല്ലാം ഷിർക്കിൻ്റെ പട്ടികയിൽ ചേർത്തിട്ടല്ലാതെ ഇത്തരം വാദങ്ങളെ ഉന്നയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമേറിയ വ്യക്തിത്വമാണ് സയ്യിദുന അബൂബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനമുള്ള വ്യക്തി, അഫ്ദലുൽ ബശരി ബഅദൽ അംബിയാ, അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള, ഏറ്റവും പവിത്രതയും ശ്രേഷ്ഠതയുമുള്ള വ്യക്തിത്വമാണ് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ അവിടത്തേക്ക് ആരെങ്കിലും പകരം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. എൻ്റെ കാലശേഷം അവിടുത്തെയാണ് ഖലീഫയാക്കേണ്ടത് എന്നുള്ളതിനുള്ള സൂചനകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിരുന്നു. അത് വിശുദ്ധ സ്വഹാബത്തിന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതകളില്ലാത്ത സ്ഥാനം ഉള്ള മഹാവ്യക്തിത്വമാണ് സയ്യിദുന അബൂബക്രിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, മിഅ്റാജിൻ്റെ ദിവസം വന്നിട്ട് പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് അവർ സംസാരിച്ച വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത്, നിന്റെ മുഹമ്മദ് ഇന്നലെ ആകാശത്തിലും സ്വർഗത്തിലും ബൈത്തുൽ മുഖദ്ദസൊക്കെ പോയി വന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ മുഹമ്മദ് നബി പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ അത്ര ദൃഢമായ ഈമാനിൻ്റെ ആ ഈമാൻ കൊണ്ടാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുള്ളത്. ആ വ്യക്തിത്വമാണ് ആദ്യമായിട്ട് നമുക്ക് ഈ കാര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇത്ഹാഫിലോ അവിടുത്തെ ഷറഹിലോ ഒക്കെ നമുക്ക് നോക്കിയാൽ ഈ സംഭവം കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എല്ലാവരും സങ്കടത്തിലായി നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വികാരഭരിതനായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വന്നിട്ട് ഫകശഫ അൻ വജ്ഹിഹി വഖബ്ബല ജബീനഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം എടുത്ത് ചുംബിച്ചുകൊണ്ട് അവിടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, നബിയേ ഉദ്കുർനാ യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈക ഇൻദ റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ ഈ ഉമ്മത്തിനെ അങ്ങ് ഓർക്കണേ എന്ന് ആദ്യമായിട്ട് ഇസ്തിഗാസ ചെയ്തുകൊണ്ട് വഫാത്തിന് ശേഷം ഇസ്തിഗാസ നടത്തുക എന്നീ പുണ്യകർമ്മത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്കതിന് പാഠം പഠിപ്പിച്ചു തരുന്നത് ഈ ഉമ്മത്തിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അത് മഹാത്മാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. മറ്റൊരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാനായ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്യുന്നുണ്ട്, ഇദാ മിത്തു വഫറഗ്തു മിൻ ജഹാസി, എൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫഹ്മിലൂനി ഹത്താ തഖിഫു ബിബാബിൽ ബൈത്തിൽ ലദീ ഫീഹി ഖബറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജനാസയും ചുമന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ള ആ വീട്ടിൻ്റെ ചാരത്തേക്ക് നിങ്ങൾ പോകണം, ആ വാതിൽക്കൽ നിങ്ങൾ പോയിരിക്കണം. എന്നിട്ട് ഫഖിഫു ബിൽ ബാബി, വാതിലിൻ്റെ അവിടെ നിൽക്കണം. വഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയെ അസ്സലാം എന്ന് നിങ്ങൾ പറയണം. എന്നിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഹാദാ അബൂബക്കറിൻ യസ്തഅ്ദിനു, ഇത് അബൂബക്കറാണ് അങ്ങയോട് സമ്മതം ചോദിക്കുകയാണ്. ഫഇൻ ഉദിന ലക്കും വഫുതിഹൽ ബാബു, അവിടെ നിങ്ങൾക്ക് സമ്മതം ലഭിക്കുകയും വാതിൽ തുറക്കപ്പെടുകയും ചെയ്താൽ
വക്കാനൽ ബാബു മുഗലക്കൻ, വാതിൽ അവിടെ അടച്ചിടപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സമ്മതം ലഭിക്കുകയും വാതിൽ തുറക്കപ്പെടുകയും ചെയ്താൽ ഫദ്ഖിലൂനി ഫദ്ഫിനൂനി, എന്നെ അവിടെ പ്രവേശിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചാരത്തന്നെ മറമാടുകയും ചെയ്യണം. വഇല്ലം യുഅ്ദൻ ലക്കും ഫഖ്രിജൂനി ഇലൽ ബഖീഇ വദ്ഫിനൂനി, അങ്ങനെ സമ്മതം ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ജനാസയുമായിട്ട് ബഖീയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ജന്നത്തുൽ ബഖീയിൽ എന്നെ മറമാടുകയും ചെയ്യണമെന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വികാരഭരിതനായിക്കൊണ്ട് ഈ വഫാത്തിന്റെ സമയത്ത് വസിയത്ത് ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ അവർ ചെയ്ത സമയത്ത് എന്താണ് ഉണ്ടായത്? സ്വഹാബത്ത് പറയുകയാണ്, ഫഫഅലു ഫലമ്മാ വഖഫു ബിൽ ബാബി വഖാലു ഹാദാ സഖത്തൽ ഖുഫ്ലു വൻഫതഹൽ ബാബു, വാതിൽ ലോക്ക് പൊട്ടിക്കൊണ്ട് വാതിൽ തുറക്കുകയാണ്. വസുമിഅ ഹാതിഫും മിൻ ദാഖിലിൽ ബൈത്ത്, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണത്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയതമനെ പ്രിയതമന്റെ അടുക്കലേക്ക് പ്രവേശിപ്പിക്കണം. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്, ഒരു സ്നേഹിതൻ എപ്പോഴും മറ്റൊരു സ്നേഹിതനെ, തൻ്റെ സ്നേഹിതനെ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ആജുരി, ഹിജ്റ 360 വഫാത്തായ ഇമാം ആജുരി അവിടുത്തെ കിതാബ് ശരീഅയിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം റാസി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇവിടെ ആരാണ് ഇത് പഠിപ്പിക്കുന്നത്? വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായി ഇസ്തിഗാസ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നതും അങ്ങനെ തൻ്റെ വഫാത്തിന്റെ സമയത്ത് അങ്ങനെ വീണ്ടും ചെയ്യാൻ കൽപ്പിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്ത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഇസ്ലാമിക ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രതയുള്ള, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്നാൽ മരണപ്പെട്ടവരോട് ഒരു നിലക്കും സംഭാഷണമോ മറ്റൊന്നും നടത്താൻ പാടില്ലെന്നും അവരത് കേൾക്കുക പോലുമില്ലെന്നും അങ്ങനെ കേൾക്കുമെന്ന് വിശ്വസിക്കൽ പോലും ശിർക്കാണെന്ന് പച്ചയായി പച്ചമലയാളത്തിൽ എഴുതി വെച്ച പുത്തൻവാദികൾ അവർ തീർച്ചയായും ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ, ഈ മഹിതമായ ആശയത്തിന്റെ ഇസ്ലാമിന്റെ വിശ്വാസ മേഖലയിൽ കളങ്കപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവിടെ ഛിദ്രത വരുത്താനും വേണ്ടി രൂപപ്പെട്ട വിഭാഗമാണ് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.